ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ അടിപൊളി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയി ഹെൽത്തി ആയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ഒരു അതിബുദ്ധിയും പിന്നെ പ്രത്യേക തരം കഴിവുകൾ കാരണം ഒരു വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് ഷൂട്ട് ചെയ്ത് വെച്ചത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണിത്. ഞങ്ങളൊരു ഗോവ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തത് എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയി എടുത്ത് നിങ്ങൾ ബാക്കി വ്ളോഗ് കാണണം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഒറ്റക്കാണോ പോകുന്നത് എന്ന്. അല്ല, ഇതൊരു ഗേൾസ് ട്രിപ്പ് അല്ല, ഇതൊരു ഫാമിലി ട്രിപ്പാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇത് കാവ്യച്ചിയുടെ ഭർത്താവ്, പറയൂ, അർജുൻ നാരായണൻ. ഈ പേര് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ആളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. മൂവിയുടെ പേരെന്തായിരുന്നു അർജുൻ? എങ്കിലും ചന്ദ്രിക. ആ മൂവി കണ്ടിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. അർജുനന്റെ പുതിയ മൂവി വരുന്നുണ്ട് ഒക്ടോബർ 30. എന്താ പേര്? കറക്കം. എല്ലാരും പോയി കാണണം. ഓക്കെ, ഇതെന്റെ ഭർത്താവ്. എല്ലാവർക്കും പരിചയപ്പാടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാരും കൂടെ എടുത്തേക്കാ പോകുന്നത്. Ready, 1, 2, 3, start. ഗോവയിലേക്ക് പോകുന്നു. ഇത്തോനൊപ്പം മുടി മുറിച്ച് ഡോറേനെ പോലില്ലേ കാണാൻ. ഡോറ പറയുന്നത് ഇഷ്ടമല്ല. ആരും കമന്റ് ചെയ്തത് ഡോറെ പോലെ ഇവൾക്ക് എൽസ ആവാനാണ് ഇഷ്ടം. എൽസ അല്ലേ ഇത്തോ? ഓക്കെ, എൽസന് ഭയങ്കര ഇഷ്ടം. അതെ, ഇത്തോന്റെ പുതിയ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്ക്. ബീച്ചിന് മാച്ചായി ഇത്തു ബീച്ചിന് മാച്ചായിട്ട് നെയിൽ പോളിഷിലും വെച്ചിട്ടുണ്ട്. വൈറ്റ് അവൾ തന്നെ സെലക്ട് ചെയ്തതാ. ബീച്ചിന് കണ്ടോ, ബീച്ച് വൈബ് കഴിച്ചേ. അതെ, ഇത് ഷെല്ലിലുള്ള ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുള്ളത്. ഫുള്ള് ഭയമാണ്. 3 വയസ്സായതേ ഉള്ളൂ. ഞങ്ങളെ കയ്യിലൊന്നുമില്ല. അപ്പൊ നമുക്കിനി വഴിയെ കണ്ടു പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് വീട്ടിൽ നിന്ന് എത്ര മണിക്കാണ് വൈകിട്ട് വിട്ടെ? ഒരു 4:30 അല്ലേ? 4:4 മുന്നേ വിട്ടു. ഇപ്പൊ സമയം ഏകദേശം 6:30 ആയി. നമ്മൾ ഉടുപ്പി എത്തി. ഇനിയും കുറച്ച് പോകാനുണ്ട്. എനിക്കൊന്നൊരു 1 മണിയാകുമ്പോൾ, രാത്രി 1 മണിയാകുമ്പോൾ നമ്മൾ ഗോവ എത്തും. നമ്മളിപ്പോ ചെറിയൊരു ബ്രേക്കിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉടുപ്പിയിൽ ഒരു ദോശ കഴിക്കാം, ചെറിയൊരു സ്നാക്ക് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൈഡായി കണ്ട, എല്ലാവരും സൈഡായി. അർജുനന്റെ പുതിയ ഫോണാണ്. ഓക്കെ, കാണിക്കാം അർജുൻ. 10 ആള് കാണട്ടെ. നമ്മള് ഗീ റോസ്റ്റ് വന്ന് നമ്മളെ സാധനം വന്നിട്ടാ. എന്റെ സാധനം വന്നിട്ടാ. ഞാൻ ബേൽപൂരിയാ പറഞ്ഞേ. വൈകിട്ട് എന്താ ബൺസ് പറഞ്ഞിട്ടില്ലേ? ബൺസ് വന്നിട്ട് വിത്തുവിന്റെ എന്റെ മാത്രം വന്നിട്ടില്ല. ഞാൻ ബേൽപൂരിയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ലാസ്റ്റ് കഴിക്കുന്ന ദോശ. കാരണം ഇപ്പം എന്നെ ബേൽപൂരി അടിച്ചു മാറ്റി. നോക്ക്, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കർണാടകയിലെ നെയ്റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. നെയ്യാണ് ഫുള്ള്. ഇതാണ് നെയ് റോസ്റ്റ്. നമ്മുടെ കേരളത്തിൽ ഇത്ര നെയ്യിട്ടില്ല അവര്, പക്ഷെ കർണാടകയിൽ ഫുൾ നെയ്യാണ്. നല്ല നെയ്യുള്ള നെയ്യ്. ഇത് ബൺസ്. ഇതായിരിക്കെല്ലാം അറിയാന്നൊന്ന് കമന്റ് ചെയ്യണേ. കർണാടകയിലുണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നുമില്ല അല്ലെ? കാഞ്ഞങ്ങാടും കാസർഗോഡെല്ലാം ഉണ്ട്. പക്ഷെ ഇവര് ഫ്രൈ ചെയ്യുന്നവരല്ല, കണ്ടിട്ടില്ല, ഇവര് കഴിച്ചിട്ടില്ല. ഇവര് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇതെങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഇനി നമ്മള് നേരെ ഗോവയിലേക്ക്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് ഗോവ സീരീസ് ഡേ 2. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം രാത്രി നമ്മള് ഗോവ ബൈ റോഡാണ് വന്നത്. അപ്പൊ നല്ല രസമാണ് കാണാൻ, നല്ല വ്യൂ ആണ്. ഞാൻ ഇതിന് മുന്നേ ഗോവ വന്നപ്പോഴും ബൈ റോഡാണ് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ കാണിക്കാന്ന്. പക്ഷെ രാത്രി ആയതുകൊണ്ട് വ്യൂ ഉണ്ടായിരുന്നില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ കാവ്യച്ച് സുഖമായി കിടന്നുറങ്ങി.
അതിന് ഞാൻ ഇന്നൊക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ടൊരു വൈബ് ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ ആക്ച്വലി ട്രിപ്പ് തുടങ്ങുന്നത്. ഇത്തു കിടന്നുറങ്ങുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മളിപ്പോൾ റൂമിലാണ് ഉള്ളത്. വൈകിട്ടേട്ടൻ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. 9 മണിയായി, 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് അത്ര ഭയങ്കര ഗ്രേറ്റ് സ്പ്രെഡ് ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. വേദന ഫോൺ തന്നെ വണ്ടി ചാർജ് ആക്കാൻ പോയിട്ട് വന്നു. ഇവരൊരു റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും വൈകിട്ടും ഇത്തോ റെഡി ആയിട്ടില്ല. ഞാൻ സ്പ്രെഡ് കാണിച്ചു തരാം കേട്ടാ. അപ്പുറത്ത് എഗ് ബുർജി ഉണ്ടായിന്, പിന്നെ ബോയിൽഡ് എഗ്സ്, പൂരി, ചന, ഇഡ്ലി, സാമ്പാർ, ചട്നി, പിന്നെ കട്ട്ലറ്റ്സ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഡ്രസ്സപ്പ് ചെയ്തിട്ട് എവിടെ ഫസ്റ്റ് പോകുന്നത് ഗോവയിൽ വന്നാൽ എല്ലാവരും പോകുന്നൊരു സ്ഥലം എഗോഡ ഫോർട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗോവയിൽ വന്നപ്പോൾ പോകാൻ പറ്റിയിട്ടാ, കാരണം നമ്മളൊരു മഴക്കാലത്തായിരുന്നു വന്നത്. ഇതും ഒരു മഴക്കാലം പോലുള്ള ഒരു കാലമാണെങ്കിൽ കൂടിയും നല്ല മഴ വൈബ് ഉണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം അഗോഡ ഫോർട്ട്. ഇവിടെ ഫുള്ള് അംബാസാണ്, കണ്ടാ അല്ലിത്തു? ഫുള്ള് അമ്പ. തൊടണ്ടാക്ക കുത്തു കൊമ്പ് കണ്ടാ, ബിഗ് കൊമ്പുള്ള അംബാസ കണ്ടോ? ഇതെല്ലാം റോഡിൽ മുഴുവനും അമ്പയാന്ന്. നോക്ക അതിന്റെ സ്നേഹം, നോക്ക അതിന്റെ കാലിലും മറ്റത് കിടന്നിട്ട് ക്യൂട്ട് അല്ലേ? അപ്പൊ നമ്മള് അഗോഡ ഫോർട്ടിലേക്ക് എത്തി. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടാന്ന് വെച്ചാല് വെയിലും ഇല്ല മഴയും ഇല്ല, നല്ല സുഖമുള്ള ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റലുണ്ട്. ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബി ഗ്രേഡ് കിട്ടിയിട്ട് വിട്ടു പോകില്ല. അപ്പോ നമുക്കിനി ഇത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമുക്ക് 4 ഗ്ലാസ് ഉണ്ട്. ഇത്തൂന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി, പഴയത് നമ്മൾ ചെന്നൈയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്തൂന്റെ ഒരു ഗ്ലാസ് വാങ്ങിക്കാൻ പോകുന്നു. പിന്നെ പൈസ കുറവാന്നാ കേട്ടാ, നോക്കാം അത്രയും. ഇത്തൂന്റെ നല്ല ചുണ്ടടി മണിയായ ഗ്ലാസ് എല്ലാം വാങ്ങി. ബോളിലെ ഗ്ലാസ് അല്ല ഇത്തോ, മിക്കി മൗസ് ഗ്ലാസ്. നൈസ് അല്ലേ? 100 രൂപയാ കൈസയില്. ടിക്കറ്റെല്ലാം എടുത്ത് ഒരാൾക്ക് 25 രൂപ കേട്ടാ. ഇനി നമ്മള് കയറട്ടെ. ഇത് ചൊടിച്ചിട്ടാണ് ഈ 100 കിലോമീറ്റർ പെർ സ്പീഡിൽ നടക്കുന്നത്. എങ്ങോട്ട് നടക്കുന്നത് അറിയില്ല. ഇത്തോ 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 അവരിലേതോ നൂറ്റാണ്ടിലുള്ളത്. 2 കഷ്ണായിട്ടുണ്ട് ചൊടിച്ചിട്ട് ഇത്തു. എങ്ങനെ ശരിയാക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോ അഗോഡ ഫോർട്ട് വെരി ഹ്യൂജ്, ഭയങ്കര വാസ്റ്റ് ആണ്. എനിക്കൊന്നും നമ്മളെ ബേക്കൽ കോട്ടയുടെ അത്രയൊന്നും ഭംഗിയില്ല ഇത് കാണാൻ. ബേക്കൽ കോട്ടയാ ഭംഗി. പക്ഷെ ഇതറിയോ, നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല, നല്ല നട്ടപ്പൊരി വെയില്. കയ്യെല്ലാം ഇപ്പോഴേ കളർ മാറി. പക്ഷെ കോട്ട ഇഷ്ടമുള്ളവർക്ക് ഇത് കാണാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് കാണാൻ വലിയ ഭംഗി തോന്നുന്നില്ല. ഭംഗിയുണ്ട്, എന്നാലൊരു നമ്മള് ബേക്കൽ ബീച്ചിനെക്കാളും ഭംഗിയുണ്ട്. ഹാവി ചർച്ചോടും ഫോട്ടോ ഇട്ട് നേരത്തെ ചൊടിച്ചിട്ട് ആടി ഇരിക്കുന്നതാ. ഇതൊരു ശരിയായിട്ടില്ല. എന്തിനറിയില്ല, ഇപ്പൊ റീസൺ അറിയില്ല. റീസൺ അറിയാത്ത ചൊടിയാ. അയ്യോ, ഇതെന്താ അറിയത്തന്നെ? ഗുണ്ടകളെ കൊണ്ടിടുന്ന ജയിലാ ഇത്. പണ്ട് കാലത്ത് ഗുണ്ടകളെ ഇതിന്റെ ഉള്ളിലാ കൊണ്ടിടുക, ദുഷ്ടന്മാരെ, കുർത്തക്കെട്ട് കളിക്കുന്ന ബേബീസിനെ. വാവ് ഗൈസ്, മുകളിലെത്തിയപ്പോ കാണാനുണ്ട് കേട്ടോ. ഞാൻ വെച്ചു നമ്മളെ ബേക്കൽ കോട്ടേന്റെ അത്രയൊന്നും ഇല്ല കാണാന്. പക്ഷെ വൺസ് വി ക്ലൈംബ് അപ്പ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ ക്യാമറക്ക് അതിനോടുള്ള യുക്തി പുലർത്താൻ പറ്റുമെന്ന് തോന്നില്ല, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതാണ് ആ ഫേമസ് വാട്ടർ ടാങ്ക് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അഗോഡ കേവില് അപ്പർ ഭാഗത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, എത്രയോ വെള്ളം പിടിക്കുന്നത്. അതാണ് ഇത് എന്നാണ് എൻ്റെ ഒരു നിഗമനം.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടന്റെ ഹോട്ടലിലാണ് വന്നത്. ആഡ്ലം ഗുയി ഫാമിലി റെസ്റ്റോറൻറ്റ്, ഫേമസ് ഫോർ സീ ഫുഡ് എന്നാണ് പറയപ്പെടുന്നത്. നോക്കാം ഹൗ വിൽ ഇറ്റ് ബി. നല്ല വൈബാട്ടോ, നൈസ് വൈബ്. ഫുഡ് എങ്ങനെയാന്ന് നോക്കാം. ഓ, നല്ലൊരു വിന്റേജ് വൈബ് അല്ലേ. ഒരു ക്യാബിനിൽ ഓരോരോ മോണ്യുമെന്റ്സിന്റെ എല്ലാം വരുന്നത്. സെന്റ് അഗസ്റ്റിനസ് ടവർ സ്ക്വയർ. ഓ, ഇത് പണ്ടത്തെ നമ്മൾ ഇടിക്കുന്ന സാധനങ്ങളില്ലേ, ഇതിന്റെ പേരെന്താ? സ്പൈസസ്. ചാപ്പൽ ഓഫ് ആ ലേഡി ഓഫ് ദി മൗണ്ട്. നൈസ്. അപ്പൊ നമ്മള് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ സമയമായി ഫുഡ് വന്നിട്ടില്ല. ഐ ഗെസ് സൂപ്പ് ഇസ് കമ്മിങ്. സൂപ്പ് വരുന്നുണ്ട് നമ്മളെ. നമ്മൾ ആദ്യം പറഞ്ഞത് മറ്റേ ഫ്രഞ്ച് അനിയൻ ചിക്കൻ സൂപ്പാണ്. കാണുമ്പോ തന്നെ നല്ല യമ്മി ഉണ്ട്. കഴിച്ചോട്ടെ. അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഗോവൻ താലി. ലുക്സ് യമ്മല്ലേ, കാണാൻ നല്ല രസമുണ്ട്. മക്കളെ, തിന്നാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കവിച്ചി സെറ്റല്ലേ? ഇത്തു സെറ്റല്ലേ? അപ്പോ നമ്മളെ ഗോവൻ താലി വന്നിട്ടുണ്ട്. ഉണക്കച്ചമീൻ ഉപ്പേരി, അച്ചാറുണ്ട്, പിന്നെ വെണ്ടക്കര എന്തോരു തീയൽ പോലത്തെ സാധനം ഉണ്ട്. ആ, മീനിന്റെ ഉണക്കമീൻ കറിയുണ്ട്, പച്ചമീൻ കറിയുണ്ട്. ഇത് നമ്മള് കിങ്ഫിഷിന്റെ റവ ഫ്രൈ. ഫുഡ് നല്ലതാ. ഈ നമ്മളെ ഇളമ്പക്കയില്ലേ, അതിങ്ങനെ തോടോട് കൂടി ഇട്ടിട്ടുള്ള ഒരു ഡിഷ്, അത് ഭയങ്കര രസമുണ്ട്. സെന്റ് കത്തീഡ്രൽ ചർച്ച്. ആ ചർച്ചിന്റെ ഓപ്പോസിറ്റുള്ള എനിക്കൊന്നു ഇതാന്ന് തോന്നുന്നു ഫസ്റ്റ് ചർച്ച്. പിന്നെ രണ്ടാമത്തേന്ന് തോന്നുന്നു അവിടെ. ആ, ഇത് ഗ്ലാസ് വെച്ചിട്ടില്ല. ഗ്ലാസ് വെക്ക്. യെസ്, വൈറ്റ്. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു ഫസ്റ്റ് ചർച്ച്. പിന്നെയാണ് ആ ചർച്ച് പണിതുണ്ടാക്കി അപ്പുറത്ത്. ഇതെന്താ ഇത്? ഓ, ഇതാ ചർച്ചല്ലേ? ആ, എന്തറിയോ, ഫസ്റ്റ് ഉണ്ടായ ചർച്ചാണ് അത്, ആ ബ്രൗൺ. പിന്നെ അവര് കെട്ടിയ ചർച്ചാണ് ഇത്. അങ്ങനെ 2 ചർച്ച് ഉണ്ട് ഇവിടെ. ആ ആ, പണ്ട് പാർവി പഠിച്ച സ്കൂളാണ് ഇത്. ആ, പാർവി കേട്ടല്ലോ നീ, പണ്ട് ബിഗ് ആകുമ്പോ പഠിച്ച സ്കൂളാ അത്. അപ്പൊ നമ്മള് കുറച്ച് നല്ല അടിപൊളി കിടിലൻ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മള് അമ്പലത്തിൽ, ഐ മീൻ സോറി ഗൈസ്, അമ്പലമല്ല, പള്ളിയിൽ. ആർക്ക് അങ്ങനെ നമ്മള് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ആ, ഉള്ളിൽ കയറാം. നമുക്ക് ഉള്ളിൽ കയറാം. വാ, ഉള്ളിൽ ഫോട്ടോ വീഡിയോസ് അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയണോ, നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് സ്റ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാം. വാ. ഇത് ഭയങ്കര ഒരു ഓൾഡ് ആർക്കിടെക്ചർ ആട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. എനിക്കിത് ക്യാപ്ചർ ചെയ്യാൻ പാടുണ്ടോ എന്ന് അറിയില്ല, സോ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. സോ നമ്മള് ഫ്ലീ മാർക്കറ്റില്, അതെ, ഇനിയിപ്പോ ഗേൾസ് ഓൺലി ട്രിപ്പ് ആയത്. ഞാനും ഇത്തും കാവേച്ചും കൂടെ ഫ്ലീ മാർക്കറ്റില് നടന്ന് പോവുകയാണ്. അല്ലിച്ചു ഇതിന് ചെറിയ ഉറക്കത്ത് നേടിയിട്ട് ചെറിയൊരു ബ്ലിങ്കസ് ഉണ്ട്. നമ്മളിനിപ്പോ
ഫ്ലീ മാർക്കറ്റിലെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാം.